بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റജബ് മാസം ഖാജ തങ്ങളുടെ മാസമാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങൾ, അശ്ശൈഖുൽ കാമിലുൽ വാസിൽ അതാഉർ റസൂൽ ബിദ്അത്തുൽ ബത്തൂൽ സുൽത്താനുൽ ഹിന്ദ് ഖുത്ബുൽ അഹദ് ഗൗസുൽ ഫർദ് മൗലാന ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ അൽ-ജിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഖാജ തങ്ങളെ അനുസ്മരിക്കുന്ന പരിശുദ്ധമായ ഈ മാസം ഉപ്പാപ്പയെ കുറിച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട ജീവിതത്തിലെ അല്പം ചില കാര്യങ്ങളിലേക്കുള്ള ഒരു ബാഹ്യമായ എത്തിനോട്ടമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ-ജിശ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശറഫാക്കപ്പെട്ട ജനനം, ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഫൈദുൽ മത്തീൻ ഫി മനാഖിബി മുഈനുദ്ദീൻ എന്ന പ്രസിദ്ധമായ ഖാജ തങ്ങളുപ്പാപ്പയെ കുറിച്ചുള്ള മൗലിക് കിതാബ് ആണ് പ്രധാനമായും അവലംബിച്ചിരിക്കുന്നത്. മഹാനവറുകളുടെ ജന്മം കമാ ദുക്ര ഫി സവാനിഹിൽ കുബ്ര ഫസീഹത്തുൽ ഇത്നൈൻ റാബിഅ അശറ മിൻ റജബിൽ ഫർദിൽ ഹന, അഥവാ വിശുദ്ധമായ റജബ് 14-നാണ് ജനിക്കുന്നത്. സനത്ത് 37 ഹിജ്റ 537 റജബ് 14-നാണ് ഖാജ തങ്ങളുപ്പാപ്പ ജനിക്കുന്നത്. അപ്പൊ റജബ് 6-നാണ് ഖാജ തങ്ങളുപ്പാപ്പയുടെ ആണ്ട് വഫാത്ത് ദിനമെങ്കിൽ റജബ് 14-നാണ് ഖാജ തങ്ങളുപ്പാപ്പയുടെ ജനനം. ഈ ബൽദത്തി സഞ്ചർ എന്ന സ്ഥലത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഖാജ തങ്ങളെ വലിദ ഇഷ്തഹറ അന്നഹു സഞ്ചരിയുൻ ബൈന അഹ്ലി ദീവാൻ, കിതാബുകളിൽ ഖാജ തങ്ങൾ സഞ്ചരി എന്ന് അറിയപ്പെടാനുള്ള കാരണം അദ്ദേഹം ഉപ്പാപ്പ സഞ്ചറിൽ ജനിച്ചത് കൊണ്ടാണ്. മഹാനവറുകളും അവിടുത്തെ വല്ലിപ്പമാരുമെല്ലാം ഇസ്ഫഹാൻ, ഖുറാസാൻ തുടങ്ങിയ പഴയ പേർഷ്യയുടെ ഭാഗങ്ങൾ ജീവിച്ചിരുന്നവർ ആയിരുന്നു. മഹാനവറുകളുടെ ബാപ്പ അശ്ശൈഖ് മൗലാന ഗിയാസുദ്ദീൻ അഹ്മദ് സഞ്ചരി ഇബ്നു ഹുസൈൻ അഹ്മദ് ഇബ്നു നജ്മുദ്ദീൻ താഹിർ ഇബ്നു അബ്ദുൽ അസീസ് ഹുസൈൻ ഇബ്നു മുഹമ്മദ് മഹ്ദി ഇബ്നു ഹസൻ അൽ അസ്കരി ഇബ്നു അലി അൽ ഹാദി ഇബ്നു മുഹമ്മദ് ജവാദ് ഇബ്നു അലി ഇബ്നു മൂസ അൽ കാദിം
ابن جعفر الصادق بن محمد باقر بن علي زين العابدين ابن الإمام مولانا الحسين صبت خاتم النبيين ابن الإمام സയ്യിദുനാ അലി കറമല്ലാഹു വജ്ഹ. ചുരുക്കി പറഞ്ഞാൽ മഹാനായ ഖാജ തങ്ങളുടെ പിതൃ പരമ്പര വരുന്നത് അത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഴി അലി റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ഹുസൈനിയാണ് ബാപ്പ. എന്നാൽ അവിടുത്തെ ഉമ്മ ഖാല ഫീ മവാഹിബിർ റബ്ബ് അൽ മുഈൻ ഇന്ന ഉമ്മ ശൈഖ് റളിയല്ലാഹു അൻഹ, ഖാജ തങ്ങളുടെ ഉമ്മ മഹദിയുടെ പേര് സയ്യിദത്തുന ഉമ്മുൽ വറഅ മാഹിനൂർ റളിയല്ലാഹു അൻഹ. മാഹിനൂർ എന്നാണ് മാഹിനൂർ എന്നാണ് മഹദിയുടെ പരിശുദ്ധമായ നാമം. ബിന്തു സയ്യിദ് ദാവൂദ് ഇബ്നു സയ്യിദ് അബ്ദുല്ലാഹ് മിൻ ഔലാദി സയ്യിദിനൽ ഹസൻ ഇബ്നുൽ ഇമാം അലി സൗജൽ ബത്തൂൽ റളിയല്ലാഹു അൻഹു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് ഉമ്മയുടെ പരമ്പര എത്തിച്ചേരുന്നത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് ബാപ്പയുടെ പരമ്പര എത്തിച്ചേരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ബാപ്പയുടേതാവട്ടെ നേരെ തിരിച്ച്, അതായത് ബാപ്പ വഴി ഹസൻ റളിയല്ലാഹു അൻഹു, ഉമ്മ വഴി ഹുസൈൻ റളിയല്ലാഹു അൻഹുമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു ബന്ധം കൂടിയുണ്ട്. ഇങ്ങനെ ബാപ്പ വഴിക്കും ഉമ്മ വഴിക്കും സമ്പൂർണമായും സയ്യിദന്മാരാവുമ്പോ അവർക്കുള്ള പ്രത്യേക നാമമാണ് ഷരീഫ്. അപ്പൊ ആ ഷരീഫ് എന്ന പരിശുദ്ധമായ നാമത്തിനും എല്ലാ നിലക്കും അർഹരാണ് മഹാനായ ഖാജ തങ്ങൾ ബാപ്പ റളിയല്ലാഹു അൻഹു. وفي السرائح الكبرى أنه توجه والداه لما بلغ عمره 11 سنة إلى جهة العراق. സവാനിഹുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഖാജ തങ്ങളുടെ മാതാപിതാക്കള് ഖാജ തങ്ങൾക്ക് 11 വയസ്സായപ്പോൾ അവര് ഇറാഖിന്റെ ഭാഗത്തേക്ക് പോയി. ആ വർഷം തന്നെ, അതായത് ഖാജ തങ്ങളുടെ 11ാമത്തെ വയസ്സിൽ ഉമ്മയും ബാപ്പയും വഫാത്തായി. ഫവജദ മിൻ തരികതിഹിമാ ബുസ്താനൻ കസീറൽ ഫവാകിഹ്. അങ്ങനെ ഖാജ തങ്ങളും ബാപ്പ മാതാപിതാക്കളുടെ അനന്തര സ്വത്തായിട്ട് ഒരു തോട്ടം അവർക്ക് ലഭിക്കുകയുണ്ടായി. ആ തോട്ടം പരിപാലിച്ചുകൊണ്ട് അവിടെ ജീവിക്കുകയായിരുന്നു ഖാജ തങ്ങൾ ബാപ്പ. ആ തോട്ടം നല്ല നിലക്ക് നോക്കും, അതിൽ നിന്ന് ഒരുപാട് ഫഖീർ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകും. അങ്ങനെ ഖാജ തങ്ങൾ ബാപ്പ ആ അനന്തര സ്വത്തുമായി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ വലിയൊരു തൗഫീഖ് റഫീഖാകുന്നത്. അതായത് അന്നഹു കാന യൗമൻ ഫിൽ ബുസ്താൻ അല്ലദീ വറസഹു മിൻ അബി. ഒരു ദിവസം ബാപ്പയിൽ നിന്ന് അനന്തരമായി കിട്ടിയ ആ തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത് ജാഅഹു റജുലുൻ മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ അവിടെ വരികയുണ്ടായി. വഹുവ ശൈഖ് ഇബ്രാഹിമുൽ ഖന്ദൂസി. ആ മഹാന്റെ പേരാണ് അഷ്ശൈഖ് ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു. ഫറഹബ ബിഹി ശൈഖ് തർഹീബൻ ഹാറൻ. ഈ മഹാൻ തോട്ടത്തിലേക്ക് കടന്നു വന്നപ്പോ മഹാനവറുകളെ 11 വയസ്സുകാരനായ ഖാജ തങ്ങള് വളരെ നല്ല നിലക്ക് സ്വാഗതം ചെയ്തു. വഖദ്ദമ ഇലൈഹി അൻഖൂദതൻ മിനൽ ഇനബ്. ഒരു കുല മുന്തിരി മഹാനവറുകൾക്ക് കാണിക്കയായി സമർപ്പിച്ചു. ഫതനാവലഹ ളൈഫുൽ വാരിദ്. മഹാനായ അഷ്ശൈഖുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു ഖാജ തങ്ങൾ കൊടുത്ത ആ മുന്തിരിക്കൊല സ്വീകരിച്ചു. എന്നിട്ട് പ്രത്യുപകാരമായി വഅഖ്റജ മിൻ ജൈബിഹി ശൈആ. മഹാനായ ഖന്ദൂസി തങ്ങള് അവിടുത്തെ പോക്കറ്റിൽ നിന്ന് ഒരു വസ്തു എടുത്തു. ബഅദ അൻ മളഗഹു. തിന്നാൻ പറ്റുന്ന ഒരു റൊട്ടി എടുത്തിട്ട് അതിനെ ചവച്ചു കൊടുത്തു.
അത് ചവച്ചുകൊണ്ടാണ് ഖാജാ തങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നത്. എന്നിട്ട് അത് തിന്നാൻ പറഞ്ഞു. വമാൻ അഖലഹു ശൈഖ്, അങ്ങനെ ഖാജാ തങ്ങള് ആ റൊട്ടി തിന്നേണ്ട താമസം ഹത്താ തഗയ്യറത് ദുനിയാ, ഖാജാ തങ്ങളുടെ 11-ാം വയസ്സിലാണ് സംഭവം. ഖാജാ തങ്ങളുടെ പ്രപഞ്ചം തന്നെ മാറി. വതജല്ലത ലഹുൽ ആഫാഖ്, ചക്രവാളങ്ങൾ ഖാജാ തങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ബിൽ അൻവാരിൽ ഇലാഹിയ, അല്ലാഹുവിന്റെ പ്രകാശങ്ങളാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ഖാജാ തങ്ങൾ കണ്ടു. ഫതറക ദുനിയാ വമാ ഫീഹാ, അങ്ങനെ ആ തോട്ടവും ദുനിയാവ് മൊത്തം മഹാനവറുകൾ തലാഖ് ചൊല്ലി അല്ലാഹുവിന്റെ പാതയിലേക്ക് യാത്രയായി എന്നാണ് ചരിത്രം. അങ്ങനെ ഫതസദ്ദഖ മാ ഇൻദഹു മിനൽ മാലി ദലീൽ മുതവദ്ദിലൻ ഇലല്ലാഹിൽ ജലീൽ, അല്ലാഹുവിലേക്ക് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ വഴിയിലേക്ക് യാത്രയായി. വതവജ്ജഹ ഇലാ ബുഖാറ മാഷിയൻ ലിതഅല്ലുമിൽ ഇൽമിൻ നഫീസ്, ബുഖാറയിലേക്കാണ്. അന്നത്തെ അറിവിന്റെ ഏറ്റവും വലിയ പ്രസിദ്ധമായ കേന്ദ്രമാണ് ബുഖാറ, ബുഖാരി ഇമാമിന്റെ നാട്. അങ്ങോട്ടാണ് പോയത്. വക്കാന ഹുനാക മൗദിഉ ദർസിൻ വതദ്രീസ്, അവിടെയാണ് അന്നത്തെ ഏറ്റവും വലിയ ജ്ഞാന കേന്ദ്രം. ഫമകസ ഫീഹി ഇദ്ദത മിനൽ അസ്മാൻ, കുറച്ചു കാലം അവിടെ താമസിച്ചു. വഹഫള മിൻ മൗലാന ഹുസാമുദ്ദീൻ അൽ ബുഖാരി അൽ ഖുർആൻ, മഹാനായ ശൈഖ് ഹുസാമുദ്ദീൻ അൽ ബുഖാരി എന്നവരിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. അങ്ങനെ പിന്നീട് ശരീഅത്തിന്റെ ജ്ഞാനങ്ങൾ പഠിച്ചു. വഫാഖൽ അഖറാൻ, തന്റെ കൂടെയുള്ള എല്ലാവരെക്കാൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ജ്ഞാനമുള്ള ആളായിരുന്നു ഖാജാ തങ്ങൾ. സുമ്മ റാഹ ഇലാ നസബത്തി ഹാറൂൻ, പിന്നെയാണ് ഹാറൂൻ എന്നിടത്തേക്ക് പോകുന്നത്. ലിമാ സമിഅ മിൻ മറാതിബി ശൈഖ് അബിന്നൂർ ഉസ്മാൻ അൽ ഹാറൂനി, മഹാനായ ശൈഖ് അബിന്നൂർ ഉസ്മാൻ അൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രസിദ്ധി കേട്ടത് കാരണം മഹാനവറുകളെ പിൻപറ്റാൻ വേണ്ടി പോയി. വഅഖദ മിൻഹുൽ ബൈഅത, അവിടെ നിന്നാണ് ബൈഅത്ത് സ്വീകരിക്കുന്നത്. ഫമകസ ഫീ ഖാൻഖാഹ്, മഹാനവറുകളുടെ ഖാൻഖായിൽ താമസിച്ചു. ബിരിയാദതി വൽ മുജാഹദതി വൽ ഇബാദാത്തിൽ അലിയാത്ത്, വലിയ റിയാദകൾ, മുജാഹദകൾ, ഇബാദത്തുകൾ ഇതുമായി അവിടുത്തെ ഖാൻഖാഹിൽ കഴിഞ്ഞുകൂടി. മഅ ഖിദ്മതിഹി വസ്വഹ്ബതിഹി, അവിടുത്തെ ഷേഖിനോട് ഷേഖിനെ ഖിദ്മത്ത് ചെയ്ത് ഷേഖിനോട് സഹവസിച്ച് 20 സന, ദീർഘമായ 20 വർഷമാണ് അവിടെ താമസിച്ചത്. ഫവജദ മിൻഹുൽ ഖിർഖ വൽ ഖിലാഫത്തുൽ ജിഷ്തിയ, മഹാനവറുകളിൽ നിന്നാണ് ഖിർഖ സ്വീകരിക്കുന്നത്, ജിഷ്തിയ ഖിലാഫത്ത് സ്വീകരിക്കുന്നത്. അങ്ങനെ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ എല്ലാ പൊരുത്തവും കിട്ടിയ മുരീദായ ഖാജാ തങ്ങളുപ്പാപ്പ മാറി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഖാജാ തങ്ങളുപ്പാപ്പയോടൊപ്പം ഒരുപാട് ഖാജാ തങ്ങളുപ്പാപ്പ ഉസ്മാനുൽ ഹാറൂനി തങ്ങളോട് കൂടെ നടക്കുമ്പോ ഒരുപാട് മുരീദുമാർ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾക്കുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഉസ്മാനുൽ ഹാറൂനി തങ്ങള് ഖറാമത്തുകൾ കാണിച്ചിരുന്നു. പിന്നീട് ഖറാമത്തുകൾ കാണിക്കാതെയായി. ഖറാമത്തുകൾ കാണിക്കാതെയായപ്പോ മുരീദുമാരിൽ ചിലർ ഓരോരുത്തരായി അങ്ങനെ പിൻവലിയാൻ തുടങ്ങി. കാരണം ഷെയ്ഖിൽ നിന്ന് ഖറാമത്തുകളൊന്നും കാണുന്നില്ല. അങ്ങനെ എല്ലാവരും പിൻവലിഞ്ഞു പോയപ്പോ ബാക്കിയായത് ഖാജാ തങ്ങൾ മാത്രമാണ്. ഖാജാ തങ്ങളുടെ ഭാഗ്യം നോക്കണം. അങ്ങനെ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹു തങ്ങളുപ്പാപ്പ മറ്റു മുരീദുമാർക്ക് കൊടുക്കേണ്ട എല്ലാ സ്ഥാനങ്ങളും എല്ലാം ഖാജാ തങ്ങൾക്കായിട്ട് നൽകുകയുണ്ടായി എന്നാണ് ചരിത്രം. قال في تذكرة المعين إن الشيخ رضي الله عنه
തദ്കിറത്തുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയുണ്ടായി. അങ്ങനെ മഹാനവറുകൾ ബഗ്ദാദിൽ നിന്ന് പുറപ്പെട്ടു. മഹാനവറുടെ കൂടെ അവിടുത്തെ ചില മുരീദുമാരുണ്ട്. മഹാനായ ഷേഖ് ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കഅക്കി റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ പോലെയുള്ള വലിയ വലിയ ഖലീഫമാർ മുരീദുമാർ കൂടെയുണ്ട്. ഫതശറഫ്നാ ബിൽ വിസ്വാലി വസിയാറത്തി, അങ്ങനെ വിശുദ്ധമായ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ പോവുകയാണ്. റൗള ഷരീഫിലെത്തി, മദീന മുനവ്വറയിൽ റൗള ഷരീഫിലെത്തി. ഫഫി ഖാജ തങ്ങൾ പറയുകയാണ്, ഫഫി യൗമിൻ മിനൽ അയ്യാം, ഒരു ദിവസം കുന്തു ജാലിസൻ ഖുബാലത റൗളത്തി ഷരീഫ, വിശുദ്ധമായ റൗള ഷരീഫിന് മുമ്പിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ഫജാഅ നിദാഉ മിൻ ദാഖിലിഹാ, അപ്പോഴാണ് റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് വിളിയാളം വരുന്നത്. അനിദ്ഖുൽ അലൈനാ യാ മുഈനുദ്ദീൻ, ഓ മുഈനുദ്ദീൻ ഇങ്ങോട്ട് കടന്നു വരിക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ റൗള ഷരീഫിൽ നിന്ന് ഖാജ തങ്ങളെ യാ മുഈനുദ്ദീൻ, ഓ ദീനിന്റെ സഹായിയെ എന്നർത്ഥം വരുന്ന മുഈനുദ്ദീൻ എന്ന് പേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ വിളിക്കുകയുണ്ടായി. ഫദഖൽതു ഫീഹാ, വിശുദ്ധമായ റൗള ഷരീഫിൽ ഞാൻ പ്രവേശിച്ചു. വസല്ലംതു അലാ ജദ്ദി ബിഅഹ്സന തസ്ലീം, എന്റെ വല്ലിപ്പയോട് ഞാൻ വളരെ നല്ല നിലക്ക് സലാം പറഞ്ഞു. ഫസമഅതു റദ്ദ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ സലാം മടക്കുന്നത് ഞാൻ കേട്ടു. വഖൗല, കൂടെ മറ്റൊരു വാക്കും ഞാൻ കേട്ടു. അഥവാ എന്താണ് ആ വാക്ക്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നി വളഅതു അലാ റഅസിക താജ വിലായത്തി ഹിന്ദുസ്ഥാൻ. മുഈനുദ്ദീൻ ജിശ്ശിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയെ സുൽത്താനുൽ ഹിന്ദാക്കിയതും മുഈനുദ്ദീൻ എന്ന പേര് വിളിച്ചതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നി വളഅതു, തീർച്ചയായിട്ടും ഞാൻ വെച്ചിരിക്കുന്നു, അലാ റഅസിക, നിങ്ങളുടെ തലയിൽ, താജ വിലായത്തി ഹിന്ദുസ്ഥാൻ, ഹിന്ദുസ്ഥാനിന്റെ അധികാരത്തിന്റെ കിരീടം നിങ്ങളുടെ തലയിൽ ഞാൻ വെച്ചിരിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ പറഞ്ഞു. ഫദ്ഹബ് ഇലൈഹി, ഇന്ത്യയിലേക്ക് നിങ്ങൾ പോകണം. വജഅലിൽ അജ്മീറ മസ്കനക മിൻ ബൈനിൽ ബുൽദാൻ, അജ്മീർ എന്ന നാടിനെ നിങ്ങളുടെ താമസ സ്ഥലമാക്കി മാറ്റുക, നിങ്ങൾ സ്വീകരിക്കുക. വസതുദ്ഫനു ഫീഹി, അജ്മീറിലാണ് നിങ്ങൾ മറവ് ചെയ്യപ്പെടുക. വയതബറു ബിക്കൽ ഇഖ്വാനു അലാ മമരിൽ അസ്മാൻ, കാലാകാലങ്ങളിൽ അന്ത്യനാൾ വരെ ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മശായിഖന്മാർ നിങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പയാണ് ഖാജ തങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഖാജ തങ്ങളെ മുഈനുദ്ദീൻ എന്ന് പേര് വിളിച്ചതും സുൽത്താനുൽ ഹിന്ദാക്കി, ഇന്ത്യയുടെ അധികാരത്തിന്റെ കിരീടം, താജ്, അത് വെച്ചു കൊടുത്തതും അള്ളാഹുവിന്റെ റസൂലാണ്. റൗള ഷരീഫിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഖാജ തങ്ങൾ പറയുന്നു, ഫതഹയ്യർതു, ഞാൻ ബേജാറായി, ലിഅദമി ഇൽമി ബിൽ അജ്മീർ, അജ്മീറിനെ പറ്റി എനിക്ക് അറിവില്ലായിരുന്നു. ഫറാഖബതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂലുമായി ഞാൻ മുറാഖബ നടത്തി. ഫതനബ്ബർതു ബിറുയതി ജമാലിഹിൽ ബഹീർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഗാംഭീര്യമുള്ള പ്രകാശം, അതിൽ ഞാനെല്ലാം ദർശിച്ചു.
വഅറാനി മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എല്ലാ ദേശങ്ങളും എനിക്ക് കാണിച്ചു തന്നു. വഅശാറ ഇലാ ജബലി അജ്മീർ, അങ്ങനെ കിഴക്കും പടിഞ്ഞാറും ലോകത്തെ എല്ലാ ഇടങ്ങളും സ്ഥലങ്ങളും അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് കാണിച്ചു തന്നപ്പോ എന്നോട് താമസിക്കാൻ പറഞ്ഞ അജ്മീർ, ആ അജ്മീർ മല അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. വഅശാറ ഇലാ ജബലി അജ്മീർ വഅഅതാനി റുമ്മാൻ മിനൽ ജിനാൻ, സ്വർഗ്ഗത്തിലെ ഒരു റുമ്മാൻ പഴവും അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് തന്നു. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂൽ ഖാജ തങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പദവികളും ഡയറക്റ്റ് നൽകി അനുഗ്രഹിച്ചു. വഖാല, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റൂഹ് ഇലൈ, ഇന്ത്യയിലേക്ക് നിങ്ങൾ പോകണം. ഫൈനൽ കുഫാറ ഖദ് കസ്റൂ ഫീ, അവിടെ ധാരാളം കാഫിരീങ്ങളുണ്ട്. വനാദിഹിം ഇലദ്ദീൻ, അവരെ എല്ലാം ദീനിലേക്ക് ക്ഷണിക്കുക. ഫബഅദ ദാലിക, അതിനുശേഷം തഹയ്യ ശൈഖ് സരിഅൻ ലിർറഹീൽ മിനൽ മദീന ഇലാ ജിഹത്തി ഹിന്ദുസ്ഥാൻ, ഖാജ തങ്ങൾ പാപ്പ മദീന മുനവ്വറയിൽ നിന്ന് ഹിന്ദുസ്ഥാന്റെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് യാത്ര പുറപ്പെടുകയായി. ഫഖറജ മഅൽ 40 മിൻ മുരീദി, തന്റെ 40 മുരീദന്മാരോട് കൂടിയാണ് ഇന്ത്യയിലേക്ക് മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ووصل على طريق غزنين ولاهور ودهلي إلى أجمير, ഗസ്ന, ലാഹോർ, ഡൽഹി വഴിയാണ് അജ്മീറിലേക്ക് എത്തിച്ചേരുന്നത്. ഫഖാതലഹു വമൻ മഅഹുൽ അൽമലിക വഅസാക്റഹുൽ കുഫാർ, ഇന്ത്യയിലെ അന്ന് ഭരിച്ചിരുന്ന കാഫിരീങ്ങളായ രാജാക്കന്മാരോടും മറ്റും യുദ്ധം ചെയ്തു. ഇതെല്ലാം വളരെ ദീർഘമായ പ്രസിദ്ധമായ ചരിത്രങ്ങളാണ്. ഖാജ തങ്ങളെ പറ്റി പറയുന്ന കിതാബുകൾ കാണാം. ഖാജ തങ്ങളുപ്പാപ്പ അജ്മീറിൽ താമസിച്ചത് 40 വർഷമാണ്. മുസ്തഖലൻ ബിഅൻവാഇൽ ഇബാദാത്തിൽ അലിയ, വലിയ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഹാദിയൽ ഖൽഖി ഇലാ തരീഖിൽ ഹഖ്, സൃഷ്ടികൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വലം യജ്രി നഫസും മിൻ അൻഫാസിഹി ഫീ ഗൈരിൽ അദ്കാർ, ഖാജ തങ്ങളുപ്പാപ്പയുടെ ഒരു ശ്വാസം പോലും ദിക്റിലല്ലാതെ വന്നിട്ടില്ല. ഓരോ ശ്വാസോച്ഛ്വാസവും ദിക്റിലായിരുന്നു, ദിക്റുൽ അൻഫാസിലായിരുന്നു. അല്ലാഹു അക്ബർ. മഹാനായ ഖാജ തങ്ങളുടെ ഏറ്റവും വലിയ മുരീദും ഏറ്റവും വലിയ ഖലീഫയും ശൈഖ് ഖാജ ഖുത്ബുദ്ദീൻ ബഖ്തിയാറുൽ കഅക്കി തങ്ങളാണ്. മഹാനവറുകൾ പറയുന്നു, കുന്തു ഫീ ഖിദ്മതിഹി 20 ആമ, ഞാൻ എന്റെ ശൈഖായ ഖാജ തങ്ങളോടൊപ്പം ഖാജ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. 20 ആമ, 20 വർഷമാണ് ഖിദ്മത്ത് ചെയ്തത്. ഫമാ റഅയ്തുഹു യഗ്ളബ് അലാ ഹദിൻ ഇന്തിഖാമാ, ഒരിക്കൽ പോലും ഒരാളോടും ഖാജ തങ്ങൾ പ്രതികാര ബുദ്ധിയ ദേഷ്യപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഈ മഹാനായ ബഖ്തിയാറുൽ കഅക്കി തങ്ങളുടെ ചരിത്രത്തിന് നമുക്ക് കാണാമല്ലോ. അജ്മീറില് അനാസാഗർ മലയിൽ നിന്ന് ഖാജ തങ്ങള് വഫാത്തായ ഗുഹയുടെ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ അതാ മഹാനായ ബഖ്തിയാറുൽ കഅക്കി തങ്ങളുപ്പാപ്പയുടെ ചില്ലയുണ്ട്. 40 ദിവസം ദിക്റിലായി ഇരുന്ന സ്ഥലമുണ്ട്. അതാണ് ബഖ്തിയാറുൽ കഅക്കി തങ്ങളുടെ ചില്ല. ആ ചില്ല അതൊരു ചെറിയ ഗുഹയാണ്. ആ ചില്ലയുടെ മുകളിൽ കണ്ണീർ ഉറ്റിയതുപോലെ കാണാം. അജ്മീറിൽ പോയവരെല്ലാം കണ്ടവരാണല്ലോ. എന്താണ് സംഭവം? 40 ദിവസം ഖാജ തങ്ങളുടെ മുരീദായ ഖലീഫയായ ബഖ്തിയാറുൽ കഅക്കി തങ്ങൾ ഇരുന്ന ആ ഇടത്ത് നിന്ന് 40 ദിവസം പൂർത്തിയാക്കി ഇറങ്ങിയപ്പോൾ ആ പാറ കരഞ്ഞു പോയതാണ്. അതിന്റെ കണ്ണീർ തുള്ളികളാണ്.
അപ്പൊ ഖാജ തങ്ങളുടെ ഖലീഫയുടെ പവർ ഇത്രയാണെങ്കിൽ ഖാജ തങ്ങളുടെ പവർ എത്രയാണ് മുഅ്മിനീങ്ങളെ? അല്ലാഹു അഅലം. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പാക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഔദാര്യങ്ങളും നൽകുന്നത് വിശുദ്ധമായ റൗള ശരീഫിൽ നിന്നാണെന്ന് നാം പറഞ്ഞു. ഖാജ തങ്ങളുപ്പാപ്പയും ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയും തമ്മിലുള്ള ഭേദ്യമായ ബന്ധം, അതിനെക്കുറിച്ചും നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇജ്തിമാ സുൽത്താനുൽ ഹിന്ദ് മഅ ഖുത്ബുൽ അഖ്താബിൽ ജീലാനി ഫി മൗദിഇൻ ഖാസിൻ ഫൗഖ ജബൽ അജ്മീർ. മഹാനായ ഖാജ തങ്ങള് ലോകത്തിന്റെ രാജാവായ സുൽത്താനുൽ ഔലിയ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുമായി അജ്മീർ മലയിൽ സംഗമിച്ച സംഭവം ഖാല ശൈഖുൽ ഇർബലി ഫി തഫ്രീജുൽ ഖാതിർ. മഹാനായ ശൈഖുൽ ഇർബലി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ തഫ്രീജുൽ ഖാതിർ എന്ന കിതാബിൽ പറയുന്നു, ഫി മനാഖിബിൽ ഗൗസുൽ ആദം, ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ മനാഖിബ് പറയുന്നിടത്താണ് ഇക്കാര്യം പറയുന്നത്. قال مولانا الشيخ محمد جمال الدين السهروردي رضي الله عنه في سير العارفين. മഹാനായ ഷേഖ് ജമാലുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു സിയർ അൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇജ്തമഅ മുഈനുൽ ഹഖ് വദ്ദീൻ അൽ ജിശ്തി മഅൽ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുമാ ഫീ ജബലിൻ മിനൽ ജിബാൽ. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയും ഖാജ തങ്ങളുപ്പാപ്പയും ഒരു പർവ്വതത്തിൽ വെച്ച് സംഗമിച്ചു. വസ്തഹബ മാ ഹദ്റതിഹി 57 യൗമാ. 57 യൗമാ, 57 ദിവസമാണ് സ്വഹബത്തിലായി ജീവിച്ചത്. വസ്തഫാല മിൻ ഹദ്റതിഹി അൻവാഉൽ ഫൈൽ. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയിൽ നിന്ന് എല്ലാ ഫൈദും എല്ലാ മദദും മഹാനായ ഖാജ തങ്ങളുപ്പാപ്പക്ക് ലഭിക്കുകയുണ്ടായി. وقال لي غير واحد من خدماء خواجة وذلك الجبل اجتمع الشيخ الجشتي والغوث العظم. അതാണ് വിശുദ്ധമായ അജ്മീറിലെ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ നിൽക്കുന്ന ആ പള്ളിയുള്ള ഇടം. അവിടെ വെച്ചാണ് 57 ദിവസം ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയും ഖാജ തങ്ങളുപ്പാപ്പയും സംഗമിച്ച സ്ഥലം എന്ന് പറയുന്നത്. ഇത് ഖാജ തങ്ങളുപ്പാപ്പയുടെ ഉന്നതന്മാരായ ഒരുപാട് ഖാദിമീങ്ങൾ പറഞ്ഞ കാര്യമാണ്. മഹാനായ ഖാജ തങ്ങളുപ്പാപ്പയെ ഇന്ത്യയുടെ സുൽത്താനാക്കുന്ന സംഭവം ഖാല ശൈഖുൽ ഇർബലി ഫി തഫ്രീജുൽ ഖാതിർ. മഹാനായ ശൈഖുൽ ഇർബലി റളിയല്ലാഹു അൻഹു തഫ്രീജുൽ ഖാതിറിൽ പറയുന്നു. ഈ തഫ്രീജുൽ ഖാതിറിന്റെ തന്നെ ഉദ്ധരണി നാം നേരത്തെ വായിച്ചതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മൗലിദ് കിതാബിലുള്ള ഈ സംഭവം വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. മഹാനായ ശൈഖുൽ ഇർബലി റളിയല്ലാഹു അൻഹു തഫ്രീജുൽ ഖാതിറിൽ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ മനാഖിബ് പറയുന്നിടത്ത് പറയുന്നു, قال الشيخ نور الله حفيظ الفقيه الشيخ حسن رضي الله عنه മഹാനവറുകൾ പറയുകയാണ്, അന്ന ശൈഖൽ വാസിലീൻ മുഈനുൽ ഹഖ് വദ്ദീൻ അൽ ജിശ്തി റളിയല്ലാഹു അൻഹു, മഹാനായ ഖാജ തങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹു തലബൽ ഇറാഖ മിനൽ ഗൗസിൽ ആദം. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയിൽ നിന്ന് അവിടുന്ന് ഇറാഖാണ് ആവശ്യപ്പെട്ടത്. ഫഖാല ലഹുൽ ഗൗസു, ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ ഖാജ തങ്ങളോട് പറഞ്ഞു, അഅതൈതുൽ ഇറാഖ് ശിഹാബുദ്ദീൻ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു. ഇറാഖിന്റെ പരമാധികാരം മഹാനായ ഷേഖ് ശിഹാബുദ്ദീൻ സുഹ്റവർദി തങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. വഅഅതൈതുൽ ഹിന്ദ, നിങ്ങളെ ഞാൻ ഹിന്ദിന്റെ പരമാധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ ഖാജ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു. അപ്പൊ നേരത്തെ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ ആ തിരു കൽപ്പന അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ ഹാജ തങ്ങളുപ്പാപ്പയെ സുൽത്താനിൽ ഹിന്ദാക്കിയ കാര്യം വിശദീകരിച്ചു. ഇവിടെ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഹാജ തങ്ങളുപ്പാപ്പയെ സുൽത്താനുൽ ഹിന്ദാക്കി വാഴിച്ച സംഭവമാണ് വിശദീകരിക്കുന്നത്. അപ്പോ സുൽത്താനുൽ അംബിയാഇന്റെയും സുൽത്താനുൽ ഔലിയാഇന്റെയും അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചവരാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. കൂട്ടത്തിൽ നാം എപ്പോഴും പറയേണ്ട ഒരു സംഭവമാണ് മഹാനായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാക്ക് ഖാജ തങ്ങളുപ്പാപ്പ പിരടി താഴ്ത്തി കൊടുത്ത സംഭവം. ഖാല ശൈഖുൽ ഇർബലി ഫി തഫ്രീജുൽ ഖാതിർ. ഇതേ തഫ്രീജുൽ ഖാതിറിൽ മഹാനായ ശൈഖുൽ ഇർബലി തങ്ങൾ പറയുകയാണ്, ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ വിശേഷണങ്ങൾ പറയുമ്പോഴാണ് ഇക്കാര്യം പറയുന്നത്. ذكر قدوة المشايخ وقطب الخلائق أمير محمد الحسيني. മഹാനായ ഷേഖ് അമീർ മുഹമ്മദ് അൽ ഹുസൈനി റളിയല്ലാഹു അൻഹു കിതാബ് ലത്തായിഫുൽ ഗറായിബ് എന്ന കിതാബിൽ പറയുന്നു. എന്താണ് സംഭവം? ലമ്മാ ഖാലൽ ഗൗസുൽ അഅ്ലം, ഗൗസുൽ അഅ്ലം തങ്ങളുപ്പാപ്പ പറഞ്ഞപ്പോൾ ബിഅംദില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഖദമീ ഹാദിഹി അലാ റഖബതി കുല്ലി വലിയില്ലാഹ്, എന്റെ ഈ പാദം അല്ലാഹുവിന്റെ എല്ലാ വലിയിന്റെയും പിരടിയുടെ മുകളിലാകുന്നു എന്ന് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പറഞ്ഞപ്പോൾ വലഅ ജമീഉൽ ഔലിയാഇ റിഖാബഹും, എല്ലാ ഔലിയാക്കളും അവരുടെ പിരടികൾ താഴ്ത്തി കൊടുത്തു. വകാന ഖാജ മുഈനുൽ ഹഖ് വദ്ദീൻ ഫീ ദാലികൽ വഖ്തി മിനശുബ്ബാൻ, ആ കാലഘട്ടത്തിൽ ഖാജ തങ്ങളുപ്പാപ്പ ചെറുപ്പക്കാരനായിരുന്നു, യുവാവായിരുന്നു. മുജാഹിദൻ മുർതാദൻ ഫീ ഗാരി ജബലിൻ മിൻ ബൽദത്തി ഖുറാസാൻ, ഖുറാസാനിലെ ഒരു മലമുകളിൽ റിയാദയിലായിരിക്കുകയായിരുന്നു. ഖാജ തങ്ങൾ ഖുറാസാനിലെ മലമുകളിൽ റിയാദയിൽ ഇരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഈ പ്രഖ്യാപനം വരുന്നത്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ബഗ്ദാദിലെ അവിടുത്തെ മദ്രസത്ത് ഷരീഫയിൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തുന്ന ഉടനെ بادر إلى تقديم حناء رأسه على سائر الأولياء, ലോകത്ത് മറ്റ് ഔലിയാക്കളെല്ലാം തല താഴ്ത്തുന്നതിന് മുമ്പ് ആദ്യമായി തല താഴ്ത്തി കൊടുത്തത് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാക്ക് തല താഴ്ത്തി കൊടുത്തത് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയാണ്. തല താഴ്ത്തി എന്ന് മാത്രമല്ല ഭൂമിയിലേക്ക് അവിടുത്തെ ശിരസ് വെച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു ബൽ അലാ റഅസി, എന്റെ തലയിലും അങ്ങയുടെ കാല് വെക്കുക ഗൗസുൽ ആലം തങ്ങളെ. വകശഫല്ലാഹു അലാ ഹാദൽ ഹാൽ ലിൽ ഗൗസിൽ ആലം ഫിൽ ഹാൽ, ആ നിമിഷം, ആ സമയം, ആ സ്പോട്ടിൽ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംഭവം കാണിച്ചു കൊടുത്തു. ആദ്യമായി ഖാജ തങ്ങളാണ് തല കുനിച്ചത്, തല ഭൂമിയിൽ വെച്ചത് എന്ന് കാണിച്ചു കൊടുത്തു. ഫഖാല ഫീ ഹഖ്ഹി ഫീ മജ്മഇൻ മിനൽ ഔലിയാ, ബഗ്ദാദിലെ എല്ലാ മശായിഖന്മാരുടെയും സദസ്സിൽ വെച്ച് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഖാജ തങ്ങളുപ്പാപ്പയെ പറ്റി പറഞ്ഞു. ഇന്ന വലദ ഗിയാസുദ്ദീൻ സബഖ ഫീ വളഇ റഖബതി ഔലിയാഇല്ലാഹി തആല വ അഹ്ബാബിഹി, ഗിയാസുദ്ദീന്റെ പുത്രൻ അഥവാ ഖാജ തങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ആദ്യമായി എനിക്ക് വേണ്ടി പിരടി താഴ്ത്തി തന്നത്. ഫബിതവാദുഇഹി വ ഹുസ്നി അദബിഹി, ഖാജ തങ്ങളുടെ താഴ്മയും
ഖാജ തങ്ങളുടെ ഏറ്റവും നല്ല അദബും കാരണത്താൽ സ്വാറ മഹ്ബൂബൻ ലില്ലാഹി വറസൂലിഹി, അദ്ദേഹം ഖാജ തങ്ങൾ അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും മഹ്ബൂബായി മാറിയിരിക്കുന്നു. വസയുഅ്താ സിമാമു തസറുഫിൽ ഹിന്ദ് ഫീ യദിഹി, പിന്നീട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിനായിരിക്കും നൽകപ്പെടുക. അങ്ങനെ തന്നെയായി കാര്യം. പിന്നീട് ഖാജ തങ്ങളുപ്പാപ്പയെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ ഇന്ത്യയുടെ സുൽത്താനായി വാഴിക്കുകയും റൗള ഷരീഫിൽ നിന്ന് അങ്ങനെ നിർദ്ദേശിക്കുകയും ഖാജ തങ്ങൾ അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്തു. അല്ലാഹു അക്ബർ. ഈ ഖാജ തങ്ങളുപ്പാപ്പ അല്ലാഹുവിന്റെ റസൂലിന്റെയും ഗൗസുല്ലാഹ തങ്ങളുപ്പാപ്പയുടെയും എല്ലാ കയ്യൊപ്പും എല്ലാം അനുഗ്രഹങ്ങളും ഖാജ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. وحكي أيضا عنه أن الشيخ رحمه الله كان يروح كل ليلة بعد العشاء إلى مكة. ഖാജ തങ്ങളുപ്പാപ്പ എല്ലാ ദിവസവും രാത്രി ഇശായിന് ശേഷം മക്കയിലേക്ക് പോകും. വയത്തൂഫു, അവിടെ തവാഫ് ചെയ്യും. വയറാഹു ബഅദൽ ഹുജ്ജാജി താറത്തൻ, ചില ഹാജിമാർ ഈ കാഴ്ച കാണും. വയർജഉ ഇലൽ ബലദി ഖബൽ ഫജ്രി, ഓരോ ദിവസവും ഇശായിന് ശേഷം മക്കയിൽ പോകും. സുബ്ഹിന്റെ മുമ്പ് അജ്മീറിലെത്തും. ഇത് ചിലരൊക്കെ കണ്ടു. വലാ യത്ലഉ അലാ ഹാദൽ ഖബർ, പലർക്കും ഇക്കാര്യം അറിയുകയില്ല. വയദുന്നൂന അന്നഹു യഅ്ബുദു റബ്ബഹു ദാഖിലൽ ബൈത്ത്, ആളുകൾ വിചാരിക്കുന്നത് അജ്മീറിൽ ഖാജ തങ്ങളുടെ വീട്ടിൽ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണെന്നാണ്. എന്നാൽ ഖാജ തങ്ങളാവട്ടെ ഇശാ നിസ്കാരത്തിന്റെ ശേഷം വേഗം മക്കയിലേക്ക് പോകും. സുബഹിക്ക് മുമ്പ് അജ്മീറിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. പിന്നീട് ഇക്കാര്യം എല്ലാവർക്കും പ്രസിദ്ധമായി. ഖാജ തങ്ങൾ രാത്രിയിൽ അജ്മീറിൽ ഉണ്ടാവുകയില്ല, എല്ലാ ദിവസവും രാത്രി മക്കയിലായിരിക്കും എന്ന കാര്യം പ്രസിദ്ധമായി. ഖാജ തങ്ങളെ പറ്റി വീണ്ടും അന്നഹു കാന യദ്ഉ റബ്ബഹു, ഖാജ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അല്ലാ യദ്ഖുലൽ ജന്നത ഇല്ലാ മഅ മുരീദി, എന്റെ മുരീദന്മാരോട് കൂടെയല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ദുആ ചെയ്യുമായിരുന്നു. ഫനൂദിയ മിനൽ ഗൈബി, അപ്പോൾ അദൃശ്യ ലോകത്ത് നിന്ന് മറുപടി വന്നു. ബി അന്നസ്തജബ്നാ ദുആഅക ബിലാ റൈബ്, ഓ ഖാജ നിങ്ങളുടെ ദുആഇന് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു, അതിൽ യാതൊരു സംശയവുമില്ലാതെ. അല്ലാഹു തന്നെ പറയുകയാണ്, ഇന്നമൻ ദഖല ഫഖാല, അപ്പൊ ഖാജ തങ്ങൾ ആ കാര്യം വിശദീകരിക്കുന്നു. ഇന്നമൻ ദഖല ഫീ സിൽസിലതി ബിൽ ഖറാം ഹുവ മൻ മുരീദി ബിലാ കലാം ഇലാ യൗമിൽ ഖിയാമ, എന്റെ സിൽസിലയിൽ പ്രവേശിക്കേണ്ട രീതിയിൽ ഒരാൾ പ്രവേശിച്ചാൽ അന്ത്യനാൾ വരെ അദ്ദേഹം എന്റെ മുരീദാകുന്നു. മഹാനവറുകൾ വഫാത്തായത് ഒരു പ്രഭാത സമയത്താണ്. ലൈലത്തുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം. അസ്സാദിസ് മിൻ റജബ്, റജബ് 6-ന് ഇസ്നത്തി സാലിസ വസലാസീൻ വസിത്തമിയ, ഹിജ്റ 633. ഇത് പ്രകാരം മഹാനായ ഖാജ തങ്ങളുടെ വയസ്സ് 96 വയസ്സാണ്. പാപ്പയുടെ വയസ്സ് 90 വയസ്സാണ്. ഖാജ തങ്ങൾ പാപ്പാക്ക് 96 വയസ്സാണ്. ഖാജ തങ്ങൾ പാപ്പ അജ്മീറിൽ താമസിച്ച ഹുജ്റത്തു ഷരീഫയിൽ തന്നെ പാപ്പയെ മറവ് ചെയ്തു. അതിന്റെ ചരിത്രവും നമ്മൾ പലവട്ടം കേട്ടതാണ്. ഖാജ തങ്ങൾ പാപ്പ അന്ന് രാത്രി ഹുജ്റത്തു ഷരീഫയിൽ പ്രവേശിച്ചു. പിന്നീട് സാധാരണ സുബഹിക്ക് വരുന്ന ഖാജ തങ്ങളെ പുറത്തു വരാത്തപ്പോ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ഖാദിമ കണ്ടത് അവിടുത്തെ
റൂഹ് പിരിഞ്ഞ തിരു ശരീരമാണ്. ആ തിരു നെറ്റിത്തടത്തിൽ എഴുതപ്പെട്ടതായി കണ്ടു, ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഹബീബാണ്, മാത ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിച്ച് വഫാത്തായിരിക്കുന്നു. ഈ എഴുത്ത് ഹാജാ തങ്ങളുടെ നെറ്റിത്തടത്തിലാണ് അവിടുത്തെ ഹാജ്മ കണ്ടത്. ഇന്നും അജ്മീറിൽ നാം ചെന്നാൽ അവിടുത്തെ റൗളത്ത് ഷരീഫയുടെ ചുമരിൽ ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ് എന്ന ഈ ശറഫാക്കപ്പെട്ട വചനം എഴുതപ്പെട്ടതായി കാണാം. മുഅ്മിനീങ്ങളെ, ഹാജാ തങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ സുൽത്താനുൽ ഹിന്ദാണ്. വലഹു മിനൽ ഫളായിലി വൽ കറാമാതി മാ ലാ യുഹദ്ദു വലാ യുഹ്സ. അവിടുത്തെ കറാമാത്തുകൾ പറഞ്ഞറിയിക്കാൻ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. വഖമ്മി മരീദി യുഷ്ഫാ ബിശുർബി ശറാബിഹിൽ മുസമ്മാ ബിലങ്കർ, ലങ്കർ എന്ന പേരുള്ള അവിടുത്തെ പരിശുദ്ധമായ പാനീയം കുടിച്ച് എത്ര രോഗികളാണ് ശിഫയാകിയത്. അല്ലദീ യുഅ്താ ലിൽ ഫുഖറാഇ, ഫഖീറന്മാർക്ക് നൽകുന്ന ആ ലങ്കർ കഞ്ഞി കുടിച്ച് അന്ന് മുതൽ മിൻ സമനി ഹയാത്തിഹി ഇലൽ ആനസ്തമർ, അന്ന് മുതൽ ഇന്ന് വരെ ഇലാ യൗമിൽ ഖിയാമ വരെ തുടർന്നു പോകുന്ന ആ കഞ്ഞി കുടിച്ച് തന്നെ എത്രയോ ആളുകൾക്ക് ശിഫയായി. അതുപോലെ എത്ര എത്ര മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും ഹാജാ തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ മഖാം ഷരീഫിൽ വന്ന് അവരുടേതായ ആവശ്യങ്ങളൊക്കെ നിറവേറി പോകുന്നു. അങ്ങനെ ഹാജാ തങ്ങളുപ്പാപ്പയെ പറ്റി, അവിടുത്തെ അജ്മീറിലേക്ക് വന്നതിനെ കുറിച്ച്, അനാസാഗർ തടാകത്തെ കുറിച്ച്, അനാസാഗർ തടാകം വറ്റിയതിനെ കുറിച്ച്, ഒട്ടകങ്ങളെ എഴുന്നേൽക്കാത്ത സംഭവത്തെ കുറിച്ച്, പിന്നീട് പൃഥ്വിരാജുമായുള്ള യുദ്ധങ്ങളെ കുറിച്ച് എല്ലാം പറയുകയാണെങ്കിൽ ദീർഘമായി മണിക്കൂറുകൾ കിതാബുകൾ നോക്കി ഞെട്ടിപ്പരത്തി പറയാനുണ്ട്. ഇത് ബർക്കത്തിന് വേണ്ടി മാത്രം അവിടുത്തെ ജീവിതത്തിലെ ചെറിയ ഒരു ഭാഗം വിശദീകരിച്ചതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ മോമിനിയങ്ങളെ, നമ്മളൊക്കെ ഈ ഹാജാ തങ്ങൾ പാപ്പയെ കണ്ടവരെല്ലാം പറയുന്നത് ഹാജാ തങ്ങൾ ഒരു വലിയ ഉയരമില്ലാത്ത ഒരു ഹാജാ തങ്ങൾ പാപ്പയെ കണ്ട മഹാനാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഷേഖ് അൽ ഹാഫിള് ജമാലുദ്ദീൻ റഹ്മാനി അൽ ഖാദിരി. നമ്മളൊക്കെ മോശപ്പെട്ടവരെ നമ്മളൊന്നും കണ്ടില്ല. ആ മഹാനവറുകളെ അജ്മീറിൽ വെച്ച് ഹാജാ തങ്ങളെ കണ്ടു എന്ന് നമ്മുടെ ഉപ്പ സാക്ഷ്യപ്പെടുത്തിയ സംഭവമാണത്. അപ്പോ ആ ഹാജാ തങ്ങളെ തങ്ങളുപ്പാപ്പയെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയെ, നമ്മളെ മശായിഖ്മാരൊക്കെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തങ്ങളുപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാതിയരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.